ബിഷപ്പുമാർക്കും ദീപിക പത്രത്തിനുമെതിരെ അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ കടന്നാക്രമണങ്ങളെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവകരമായ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുന്ന വിഷയമാണ് ഇത്. പ്രധാനമായും ബി.ജെ.പിയോടൊപ്പം നിന്നില്ലെങ്കിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെയും സഭയുടെ സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്നൊരു തന്ത്രം ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന ആക്ഷേപം. പി.സി. ജോർജിനെ പോലെയുള്ള നേതാക്കളിൽ നിന്ന് ബിഷപ്പുമാർക്കെതിരെ ഉണ്ടായ രൂക്ഷമായ പരാമർശങ്ങൾ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുമുണ്ട്. സഭയുടെ ഔദ്യോഗിക പത്രമായ ദീപികക്കെതിരെയും സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിലാണ് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രത്യേകതരം രോഗം എന്നാണ്. അതായത് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തവരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും കൂടെ നിർത്തുന്ന ബി.ജെ.പിയുടെ വടക്കേ ഇന്ത്യൻ ശൈലി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധമായ സമൂഹം ഇത്തരം ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും ഒരിക്കലും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ബിഷപ്പുമാർക്ക് ഈ സമൂഹത്തിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യവുമുണ്ട്. അവരാരും ആകാശത്തു നിന്ന് പൊട്ടിവീണവരല്ല എന്നും ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തങ്ങൾ പറയുന്നതിനോടൊപ്പം നിന്നില്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും പത്രങ്ങളെയും ഭീഷണിപ്പെടുത്താമെന്നത് ബി.ജെ.പിയുടെ വെറും മോഹം മാത്രം. കേരളത്തിലെ ജനാധിപത്യ സംസ്കാരത്തിൽ അത്തരം കാര്യങ്ങൾക്ക് സ്ഥാനമില്ല. ഇവിടെ ബി.ജെ.പി നേതൃത്വത്തിന്റെ നിലപാടും സംശയാസ്പദമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പി.സി. ജോർജിനെ പോലുള്ള നേതാക്കൾ ബിഷപ്പുമാരെ പരസ്യമായി അധിക്ഷേപിക്കുമ്പോൾ ബി.ജെ.പിക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ആ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ അവർ തയ്യാറാകണം. അതിന് തയ്യാറാകാത്ത പക്ഷം ഇത് ബി.ജെ.പിയുടെ അറിവോടെയും സമ്മതത്തോടെയും നടക്കുന്ന ഒരു ആസൂത്രിത തന്ത്രമാണെന്ന് കരുതേണ്ടി വരും. ചുരുക്കത്തിൽ ക്രൈസ്തവ സഭകളെയും അവരുടെ മാധ്യമങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിനായി ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താമെന്ന ബി.ജെ.പിയുടെ തന്ത്രം കേരളത്തിൽ വില പോകില്ല എന്നത് രമേശ് ചെന്നിത്തല തുറന്നടിക്കുന്നുണ്ട്. സഭയുടെയും വിശ്വാസികളുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും മതസൗഹാർദ്ദവും ജനാധിപത്യ മൂല്യങ്ങളും തകർക്കാനുള്ള ഏത് നീക്കത്തെയും ശക്തമായി ചെറുക്കുമെന്നുമാണ് യു.ഡി.എഫിന്റെ നിലപാടെന്ന് അദ്ദേഹം പറയുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഭാരതത്തിൽ എല്ലാ പൗരന്മാർക്കും അവരുടെ അവകാശങ്ങളുണ്ട്. അത് ബിഷപ്പുമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും സാധാരണ വ്യക്തികളാണെങ്കിലും അവർക്കെല്ലാം അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആ ഉറപ്പ് എല്ലാവരും പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. സഭാവിശ്വാസികൾ നേർവഴിക്ക് നയിക്കാൻ ഉള്ള ഉത്തരവാദിത്വം സഭാ മേലധ്യക്ഷന്മാർക്കുണ്ട്. അവർക്ക് വഴികാട്ടി കൊടുക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്വം ബിഷപ്പന്മാർക്കും സഭാ മേലധ്യക്ഷന്മാർക്കുമുണ്ട്. അങ്ങനെ ആരെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന ബി.ജെ.പിയുടെ തന്ത്രം കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. ഇന്നലെ ബഹുമാനായ എന്റെ സുഹൃത്ത് ശ്രീ പി.സി. ജോർജിന്റെ അഭിപ്രായ പ്രകടനം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. ബി.ജെ.പിക്കൊപ്പം നിന്നില്ല എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയും ഒക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്ന ഒന്നല്ല. അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. ദീപിക ഒരു കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ്. അവരവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എപ്പോഴും നടത്താറുള്ള പത്രമാണ്. ഒരു പത്രമുത്തശ്ശിയാണ് ദീപിക. ആ ദീപിക പത്രത്തെ ആക്ഷേപിക്കുകയും ബിഷപ്പന്മാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അത് നിർഭാഗ്യകരമാണ്. ബി.ജെ.പി വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ക്രിസ്മസ് കാലത്ത് കേക്ക് കൊണ്ട് കൊടുക്കുകയും അല്ലാത്ത സമയത്ത് ബി.ജെ.പിയും സംഘപരിവാറും ചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന നിത്യസംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ ബി.ജെ.പിക്ക് വേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെ ചെറുക്കും എന്ന കാര്യത്തിൽ
സംശയം വേണ്ട. കാഞ്ഞിരപ്പള്ളി രൂപതയും പാലാ രൂപതയും ഒന്നും ആകാശത്തു നിന്ന് പൊട്ടി വീണതല്ല. അവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരുടെ വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാനും ഉള്ള ഉത്തരവാദിത്വമുള്ളവർ തന്നെയാണ്. അത് BJP ഭീഷണി കൊണ്ട് അവരെ വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. അഭിപ്രായങ്ങൾ പറയുകയും വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തങ്ങൾക്കെതിരാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുകയാണ് അവർക്ക് നല്ലത്. ജനാധിപത്യത്തിൽ അതായിരിക്കും ഗുണകരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് BJPയെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ തള്ളി പറയണം. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി പാലാ രൂപതകളെ നിശിതമായി ദീപിക പത്രത്തെയും നിശിതമായി വിമർശിച്ചിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. സാധാരണഗതിയിൽ കേരളത്തിൽ അവർ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനും വോട്ട് ചെയ്യാനും കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇവിടെ. ഇത് വടക്കേ ഇന്ത്യയിൽ കാണുന്ന ഒരു പ്രത്യേക രോഗമാണ്. ആ രോഗം കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. BJPക്ക് അതിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ BJP നേതൃത്വം അത് തള്ളിപ്പറയുകയാണ് വേണ്ടത്. അത്തരം നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ ഒപ്പം നിർത്താം എന്നുള്ള കരുതലാണോ അവർക്കുള്ളത്? അല്ല, അങ്ങനെയാണെങ്കിൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടത്തിക്കളയാമെന്ന് അവർ ധരിക്കുന്നുണ്ടാകാം. പക്ഷെ കേരളത്തിൽ ഏതായാലും മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാമെന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്.